കഴിഞ്ഞ പണിമുടക്ക് ദിവസം എറണാകുളത്തെ ഡാൻസ് ഓഫ് കാക്കനാട്ടിലെ യാസർ അറാഫത്തിന്റെ മുറി പരിശോധിച്ചു. യാസർ അറാഫ് നേരത്തെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ലഹരി കടത്തുന്ന ഉസ്താദാണ്. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതലും വിലയുള്ളതുമായ ലഹരികൾ കടത്തുന്ന ആളാണ് യാസർ അറാഫ്. യാസർ അറാഫത്തിനെ നേരത്തെ ഡാൻസ് ഓഫ് എറണാകുളത്ത് പിടിച്ചു. ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടത്തുന്ന ലഹരി നടത്തുന്ന ഒരാളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യാസർ അറാഫിന്റെ പേര് ഓർത്തിരിക്കാൻ കാരണം അത് നമുക്ക് പാലസ്തീൻ്റെ അവിടെ ഇസ്രായേലുമായിട്ടുള്ള യാസർ അറാഫിന്റെ കാലഘട്ടത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഘടനകളും അതിനുശേഷം യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഗവൺമെന്റ് നിലയിൽ വന്നിരുന്നു. ആ ഗവൺമെന്റിനെ ഇസ്രായേൽ ഏകദേശം അംഗീകരിച്ച പോലെയായിരുന്നു. യാസർ അറാഫത്ത് തീവ്രവാദിയായിട്ട് വന്നെങ്കിലും ഒരു ചെറു രാഷ്ട്രം രൂപീകരിക്കാനും അതിന്റെ നേതാവായിരുന്ന സന്ദർഭത്തിൽ ഇന്ത്യയായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് യാസർ അറാഫത്തിന്റെ പേര് തന്നെയാണ് ഈ കള്ളക്കടത്തുകാരൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. യാസർ അറാഫത്തിനെ നമ്മൾ പെട്ടെന്ന് ഓർക്കും. ഇയാൾ ലഹരിയിലെ കോസ്റ്റ്ലി ആയിട്ടുള്ള ലഹരികൾ അത് ഇയാളാണ് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ എത്തിക്കുന്നത്. എല്ലാ സിനിമാ താരങ്ങളും ഒക്കെ മിക്കവാറുള്ളവർ അവർക്ക് ലഭിക്കുന്നത് കൊക്കൈനും അതുപോലെ വില കൂടിയ MDMA മാത്രമല്ല വില കൂടിയ കൊക്കൈനും ഇവിടെ എത്തിച്ചു കൊടുക്കുന്ന യാസർ അറാഫത്താണ്. പക്ഷേ യാസർ അറാഫത്തിന്റെ മുറി ഡാൻസ് ഓഫ് സംഘം ആ ബന്ധു ദിവസം പരിശോധിക്കാൻ പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം കൂടുതൽ കസ്റ്റമേഴ്സ് വരാം. പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സുന്ദരി ഇരിക്കുന്നവർ കണ്ടു. റിൻസി മുംതാസ് എന്ന സുന്ദരി. അവര് കോഴിക്കോട് ഫറൂഖുകാരിയാണ്. അവരുടെ മൊബൈൽ ഫോൺ വാങ്ങിച്ച് അവിടുത്തെ ഡാൻസ് ഓഫീസേഴ്സ് പരിശോധിച്ച് അവർ ഞെട്ടി. കാരണം അതിനകത്ത് യാസർ അറാഫത്ത് കൊണ്ടുവന്ന ഈ കൊക്കൈന് MDMA വിൽക്കുന്നത് സിനിമാ താരങ്ങൾക്കാണ്. ഭൂരിപക്ഷം സിനിമാ താരങ്ങളെ ബന്ധപ്പെടുന്നത് ഈ സുന്ദരിയായ പെൺകുട്ടിയായ റിൻസി മുംതാസ് ആണ്. റിൻസി മുംതാസ് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. അവരെ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അവരുടെ PR വർക്കുകളും സിനിമയിലെ എല്ലാ ആൾക്കാരും അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവരെയാണ് സമീപിക്കുന്നതെന്നാണ് പറയുന്നത്. ഒബ്സ്ക്യൂർ എന്റർടൈൻമെന്റ് എന്ന ഒരു പ്രൊമോഷൻ ഉണ്ട് ഇവർക്ക്. അതിലെ സ്ഥിരമായിട്ട് സിനിമാ കാര്യങ്ങളും ഒക്കെ പറയുന്ന റിൻസി മുംതാസ് തന്നെ. റിൻസി മുംതാസിന്റെ മൊബൈൽ ഫോണിലെ ഏകദേശം പല സിനിമാ താരങ്ങളെയും യുവതാരങ്ങളെയും ഇപ്പോഴത്തെ ചെറുപ്പക്കാരികളെയൊക്കെ ബന്ധപ്പെടുന്ന റെക്കോർഡ് കണ്ടു. വോയിസ് മെസ്സേജ് കണ്ടു. റെക്കോർഡഡ് വോയിസ് മെസ്സേജ് ഉണ്ട്. കുറേയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മൊബൈൽ ഫോണിലുള്ള മിക്കവാറുമുള്ള സംഭവങ്ങളെല്ലാം പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഡിലീറ്റ് ചെയ്ത് റിട്രീവ് ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞു പോലീസ്. റിൻസി മുംതാസിനെയും ജാഫർ അറാഫത്തിനെയും കസ്റ്റഡി വാങ്ങാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 4 മാസമായിട്ട് അവര് 4 സിനിമാ താരങ്ങളെ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നതും പോലീസ് ഡാൻസ് ഓഫ് കണ്ടെത്തി. അതുപോലെ തന്നെ റിൻസിയുടെ 6 മാസത്തിന്റെ ഇടയിലുള്ള ചാറ്റുകളും 6 മാസത്തിനുള്ള ബന്ധങ്ങളും നോക്കിക്കഴിഞ്ഞപ്പോൾ മലയാള സിനിമയിലെ ഏകദേശം മറ്റ് തമിഴ്നാട്ടിലുള്ള സിനിമാക്കാർ ഉൾപ്പെടെ ഏകദേശം 30ഓളം പേരെ നിരന്തരമായിട്ട് ഇവർ ബന്ധപ്പെടുന്നത് കാണുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി മുഖേനയും അതുപോലെ വിൽക്കുന്ന ലഹരിയുടെ പണം വരുന്നത് ക്രിപ്റ്റോ കറൻസി വരെ ഉപയോഗിച്ച് പണം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഗൂഗിൾ പേയിലും അവര് പണം സ്വീകരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സിനിമാ താരങ്ങൾക്ക് അവരെ ബന്ധപ്പെട്ട് ആവശ്യമായ ലഹരി സാധനങ്ങൾ കൊടുക്കുന്നത് ഇവർ മുഖേനയാണെന്ന് ഡാൻസ് ഓഫ് കണ്ടെത്തി കഴിഞ്ഞു. അവർ നല്ലൊരു അവർക്ക് ധാരാളം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവര് ആ കെയർ ഓഫിലാണ് ഈ രാസലഹരി MDMA അല്ലെങ്കിൽ കൊക്കൈനൊക്കെ വിൽക്കുന്നതെങ്കിലും അവരും പറയുന്നത് സിനിമാ താരങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവരെ ബന്ധപ്പെടുന്നതെന്ന് സിനിമാ താരങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിന് വിരുദ്ധമായി തന്നെ ഇവരുടെ മൊബൈൽ ഫോണില് അവരുമായിട്ടുള്ള ചാറ്റുകളും ഈ കൊക്കൈനും MDMA വിൽക്കുന്നതിന്റെ കണക്കുകളും അതിനകത്ത് കിടക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഇവരെ മൊബൈൽ ഫോണിൽ കാണുന്നുണ്ട്. കൊടുക്കൽ വാങ്ങലുണ്ട്. പണം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ പേയിൽ അയച്ചതും അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിലൊക്കെ പണം വന്നതും പോകുന്നതൊക്കെ കണ്ടിരിക്കുന്നു.
ഏതായാലും നല്ലൊരു കാച്ച് തന്നെയാണ് ഡാൻസാഫിന്റെ എറണാകുളത്ത് നടത്തിയത്. അത് തന്നെ സ്ഥിരമായിട്ട് ഈ സ്ത്രീയെയും യാസർ അറാഫത്തിനെ ജയിലിൽ ഇടേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഡാൻസാഫ് അതിശക്തമായ നടപടിയെടുക്കണം. ഇവരെ രണ്ടുപേരെയും കസ്റ്റഡി വാങ്ങണം. അവരിൽ നിന്ന് ആരൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അവരെ ബന്ധപ്പെട്ടിട്ട് അവരെ പ്രതിയാക്കണമെങ്കിൽ യുവതാരങ്ങളെ പ്രതിയാക്കാൻ മടിക്കരുത്. കാരണം സിനിമാ മേഖലയെ നശിപ്പിക്കുന്ന രാസലഹരി കച്ചവടം നടക്കുകയാണ്. പലരെയൊക്കെ നമ്മൾ കണ്ടെത്തിയെങ്കിലും അവർ ചെറിയ മീനുകളാണ്, വലിയ മീനുകളെ ഇനി കിടക്കുന്നതുള്ളൂ. അത് അവര് സിനിമയുടെ കെയറോപ്പില് ഇത് കച്ചവടം ചെയ്യുന്നവരായിട്ടാണ് ഇവർ ബന്ധപ്പെടുന്നതെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഏതായാലും എറണാകുളത്തെ പോലീസ് ഡാൻസാഫിനെ അഭിനന്ദിക്കുന്നു.